ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സും റിലേറ്റഡ് പ്രോബ്ലംസും ചെയ്തു. ഇനി ഒന്ന് രണ്ട് റിലേറ്റഡ് തിയറംസ് ആണ്, അതുപോലെ ഡെഫിനിഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തിയറം വരുന്നത് ടു ഗ്രാഫ്സ് G1 ആൻഡ് G2 ആർ ഐസോമോർഫിക് if and only if their incidence matrices A of G1 and A of G2 differ only by permutations of rows and columns. നമ്മൾ ഫസ്റ്റ് ഒരു പ്രോപ്പർട്ടി ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇൻസിഡൻസ് മെട്രിക്സ് എടുത്തിട്ട് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ 2 റോസോ 2 കോളംസോ പെർമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം ഗ്രാഫിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് തന്നെയാണ് കിട്ടുക. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, വേർട്ടീസസും എഡ്ജസും നമ്മൾ റീലേബിൾ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? 2 ഗ്രാഫ് ഐസോമോർഫിക് ആണെങ്കിൽ G1 G2 എന്ന് പറയുന്ന 2 ഗ്രാഫ് ഐസോമോർഫിക് ആണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. നെസസറി പാർട്ടും സഫിഷ്യൻറ്റ് പാർട്ടും പ്രൂവ് ചെയ്യണം. G1 G2 ഐസോമോർഫിക് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഇൻസിഡൻസ് മെട്രിസസ് A of G1ഉം A of G2ഉം ഡിഫർ ഓൺലി ബൈ പെർമ്യൂട്ടേഷൻസ് ഓഫ് റോസ് ആൻഡ് കോളംസ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, പെർമ്യൂട്ടേഷൻസ് ഓഫ് റോസ് ആൻഡ് കോളംസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. G1 G2 ഐസോമോർഫിക് ആണെന്ന് എടുത്തു. ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് A of G1 ആൻഡ് A of G2 ഡിഫർ ഓൺലി ബൈ പെർമ്യൂട്ടേഷൻസ് ഓഫ് റോസ് ആൻഡ് കോളംസ്. നമുക്കറിയാം 2 ഗ്രാഫ് ഐസോമോർഫിക് ആവുന്നത് എപ്പോഴാണ്? ഐസോമോർഫിക് ആവാനുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഐസോമോർഫിക് ആണെന്ന് വെരിഫൈ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? G1ലെയും G2ലെയും വേർട്ടീസസ് തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ എഡ്ജസ് തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 1-to-1 കറസ്പോണ്ടൻസ് എങ്ങനെയാണ്? ഇൻസിഡൻസ് റിലേഷൻഷിപ്പ്, എഡ്ജസിൻ്റെ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യുന്ന ഫോമിലാണ് നമ്മൾ 1-to-1 കറസ്പോണ്ടൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഐസോമോർഫിസം G1ഉം G2ഉം ഐസോമോർഫിക് ആണെന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? G1ലെയും G2ലെയും വേർട്ടീസസ് തമ്മിലൊരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്, എഡ്ജസ് തമ്മിലൊരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. ഇവിടെ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യുകയും ചെയ്യും. ഇനി നോക്കാം, സപ്പോസ് നമ്മുടെ കയ്യിൽ G1ലെ വേർട്ടീസസ് U1 U2 U3, സപ്പോസ് 3 വേർട്ടീസസ് ആണുള്ളതെന്ന് വിചാരിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് G2ലുള്ള വേർട്ടീസസ് സേ U1ന് കറസ്പോണ്ടിങ് ആയിട്ട് V2, U2ന് കറസ്പോണ്ടിങ് ആയിട്ട് V3, U3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V1. ഇതാണ് വേർട്ടീസസ് തമ്മിലുള്ള 1-to-1 കറസ്പോണ്ടൻസ് എന്ന് വിചാരിക്കുക. അതുപോലെ എഡ്ജസ് തമ്മിലുള്ള 1-to-1 കറസ്പോണ്ടൻസ് E1 E2 E3 ആണ് നമ്മുടെ G1നകത്ത് എഡ്ജസ്. കറസ്പോണ്ടിങ് 1-to-1 കറസ്പോണ്ടൻസ് 1 3 2 നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഗ്രാഫിൽ എഡ്ജസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യുന്ന ഫോമിൽ നമുക്ക് G1ലും G2ലും കണ്ടുപിടിക്കാൻ പറ്റുന്ന 1-to-1 കറസ്പോണ്ടൻസ്, വേർട്ടീസസ് തമ്മിലും എഡ്ജസും തമ്മിലുള്ള 1-to-1 കറസ്പോണ്ടൻസ്. ഇനി ഇവിടെ നോക്കാം, നമ്മൾ ഫസ്റ്റ് G1ൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് എഴുതി. നമ്മളെങ്ങനെ എഴുതുന്നത്? ഇതുപോലെ മെട്രിക്സ് വരച്ചു. E1 E2 E3, അതുപോലെ V1 V2 V3 മാർക്ക് ചെയ്യും. സപ്പോസ് E1ൻ്റെ എൻവേർട്ടീസസ് V1 V2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 1 0 കൊടുക്കും. E2ൻ്റെ എൻവേർട്ടീസസ് സേ V1 V3 0 കൊടുത്തു, ഇവിടെ 0. സപ്പോസ് ഇതാണ് ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് എന്ന് വിചാരിക്കുക, ഓരോന്നിൻ്റെയും എൻവേർട്ടീസസ്. ഇനി നമ്മൾ G2ൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് എഴുതാണ്. ഇവിടെ നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സ് എഴുതുമ്പോൾ നോക്കാം, ഈ ഒരു ഓർഡറിൽ, അതായത് നമ്മൾ സാധാ V1 V2 V3 എന്നുള്ള ഓർഡറാണ് എടുക്കുക. നമ്മൾ ആ ഓർഡറിലല്ല, നമ്മളിവിടെ 1-to-1 കറസ്പോണ്ടൻസ് എഴുതിയ ഓർഡറിൽ എന്ത് ചെയ്യുക? വേർട്ടീസസ് ലേബിൾ ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് ഓർഡർ ഏതാണ്? V2 V3 V1, V2 V3 V1. അതുപോലെ എഡ്ജസും അതുപോലെ, എഡ്ജസിൻ്റെ 1-to-1 കറസ്പോണ്ടൻസിൻ്റെ ഓർഡർ ഏതാണ്? 1 3 2 1 3 2. ഇനി ഇവിടെ നോക്കാം, നമുക്കറിയാം ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ ഫസ്റ്റ് ഗ്രാഫിനകത്ത് നമുക്ക് E1ൻ്റെ എൻവേർട്ടീസസ് V1ഉം V2 ആണ്. ഫസ്റ്റ് ഗ്രാഫിൻ്റെ E1 എന്ന് പറയുന്ന വെർട്ടക്സിൻ്റെ എൻവേർട്ടീസസ് V1ഉം V2 ആണ്.
അങ്ങനെയാണെങ്കിൽ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? E1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു എഡ്ജിൻ്റെ ഇൻവേർട്ടീസസ് മസ്റ്റായിട്ടും ഏതായിരിക്കണം? V2ഉം V3 ആയിരിക്കണം. അതല്ലേ നമ്മൾ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻസിഡൻസ് മെട്രിക്സിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കുമ്പോൾ V2, V3, 0. ഇനി അതേപോലെ തന്നെ E2ൻ്റെ ഇൻവേർട്ടീസസ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് V1ഉം V3 ആണ്. അങ്ങനെയാണെങ്കിൽ 3 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള വേർട്ടക്സിൻ്റെ ഇൻവേർട്ടീസസ് ഏതായിരിക്കണം? V2ഉം V1ഉം അല്ലേ? U1നും U3ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർട്ടീസസ് ഏതൊക്കെയാണ്? V2ഉം V1ഉം. ഇപ്പോൾ V2, V1. സിമിലർലി ലാസ്റ്റ് വേർട്ടക്സ് E3യുടെ ഇൻവേർട്ടീസസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് വരുന്നത് V2ഉം V3യും. അപ്പോൾ 2 എന്ന് പറയുന്ന എഡ്ജിൻ്റെ ഇൻവേർട്ടീസസ് മസ്റ്റായിട്ടും ഏതായിരിക്കണം? V3ഉം V1ഉം അല്ലേ? U2നും U3ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർട്ടീസസ് V3ഉം V1ഉം. അപ്പോൾ V3, V1, 0. ഇനി ഈ രണ്ട് മെട്രിക്സ് നോക്കുക. ഇത് രണ്ടും സെയിം അല്ലേ? 1, 1, 0, 1, 0, 1, 0, 1, 1. ഇത് കാരണം എന്താണ്? രണ്ടിലും നമ്മൾ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ആ 1-to-1 കറസ്പോണ്ടൻസിൻ്റെ ഓർഡറിൽ എഡ്ജസും അതുപോലെ വേർട്ടീസസും മാർക്ക് ചെയ്യുന്നു സെക്കൻഡ് മെട്രിക്സിൽ. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടുന്നത് എന്താണ്? സെയിം മെട്രിക്സ് ആണ് കിട്ടുന്നത്. സെയിം ഇൻസിഡൻസ് മെട്രിക്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് G1ൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് ഉണ്ട്, G2ൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് ഉണ്ട്. G1ൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് ഏതെങ്കിലും റോസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് G2ൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് കിട്ടും. അതായത് A of G1ഉം A of G2ഉം ഇപ്പോൾ നമ്മളിവിടെ എടുത്ത ഓർഡർ 1, 3, 2, V2, V3, 1 ആണ്. ഇനി സപ്പോസ് നമ്മൾ യൂഷ്വൽ എടുക്കുന്ന പോലെ V1, V2, V3, 1, 2, 3 എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇൻസിഡൻസ് മെട്രിക്സ് കിട്ടും. അപ്പോൾ G1ൻ്റെയും G2ൻ്റെയും ഇൻസിഡൻസ് മെട്രിക്സ് തമ്മിൽ എന്തേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ? റോസോ കോളംസോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് വരും എന്നുള്ളൊരു ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അതായത് രണ്ട് ഗ്രാഫ് G1ഉം G2ഉം ഐസോമോർഫിക് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻസിഡൻസ് മെട്രിസസ് A of G1ഉം A of G2ഉം എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഡിഫറൻസ് ഉണ്ടാകുന്നത് എവിടെ മാത്രമാണ്? റോസിൻ്റെ ഇൻ്റർചേഞ്ച് ചെയ്താലോ കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലോ ഒരു ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് സെക്കൻഡ് ഗ്രാഫിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട്. അതായത് കോൺവേഴ്സ് പാർട്ട് നമ്മൾ ഇതേപോലെ തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് രണ്ട് ഗ്രാഫ് G1, G2ൻ്റെ ഇൻസിഡൻസ് മെട്രിസസ് ഡിഫേഴ്സ് ഓൺലി ബൈ പെർമ്യൂട്ടേഷൻസ് ഓഫ് റോസ് ആൻഡ് കോളംസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ G1ഉം G2ഉം ഐസോമോർഫിക് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. G1ഉം G2ഉം ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്ലിയർ ആണ്? എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു? എന്താണ് നമ്മൾ എടുക്കുന്ന അസംഷൻ എന്താണ്? G1ൻ്റെയും G2ൻ്റെയും ഇൻസിഡൻസ് മെട്രിക്സസ് നമുക്ക് കോളംസോ റോസോ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് ഒരു മെട്രിക്സിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സിൽ നിന്നും രണ്ടാമത്തെ ഗ്രാഫിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് കിട്ടും. അതല്ലേ മീൻ ചെയ്യുന്നത്? A of G1, A of G2 ഡിഫർ ഓൺലി ബൈ പെർമ്യൂട്ടേഷൻസ് ഓഫ് റോസ് ആൻഡ് കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ റോസോ കോളംസോ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് മെട്രിക്സ് കിട്ടും. അപ്പം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ റീലേബിൾ ചെയ്തിട്ട്, അതായത് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് A of G1 ഈക്വൽ ടു A of G2 എന്നുള്ള ഫോമിൽ എഴുതിയിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിലും വരുന്ന വെർട്ടീസസും എഡ്ജസും തമ്മിലുള്ള കറസ്പോണ്ടൻസ് എഴുതുക. ആ കറസ്പോണ്ടൻസ് ആക്ച്വലി എന്ത് റെപ്രസെൻറ്റ് ചെയ്യും? ഒരു ഐസോമോർഫിസം റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ A of G1 എഴുതി, A of G1 V1, V2, V3, E1, E2, E3. നമ്മൾ എഴുതുന്ന G2ൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് സെയിം V1, V2, V3 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3 ആണെന്ന് വിചാരിക്കുക. പക്ഷേ ഇത് രണ്ടും ആക്ച്വലി ഈക്വൽ അല്ല. പക്ഷെ നമുക്ക് റോസോ കോളംസോ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് മെട്രിക്സിൽ നിന്ന് ഫസ്റ്റ് മെട്രിക്സ് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റോസോ കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം വരുന്ന ലേബലിംഗ്, സപ്പോസ് ഇവിടെ V2, ഇവിടെ V3, ഇവിടെ V1, ഇവിടെ 2, ഇവിടെ 1, 3 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. കോളംസോ റോസോ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A of G1 A of G2 എന്ന് A of G1 കിട്ടും.
സപ്പോസ് ഇതാണ് റീലേബിളിംഗ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു 1-to-1 കറസ്പോണ്ടൻസ് നോക്കുക. വേർട്ടീസസ് തമ്മിൽ ഇവിടെ U1, U2, U3 എന്ന് കൊടുക്കുക. U1, U2, U3. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്തെഴുതുക? ഇവിടുത്തെ ഓർഡറിൽ വേർട്ടീസസ് കൊടുക്കുക. V2, V3, V1. അതുപോലെ എഡ്ജസ് E1, E2, E3 ആണ്. സെക്കൻഡ് വെർട്ടക്സിൽ നമ്മൾ ഇവിടുത്തെ ഓർഡറിൽ കൊടുക്കുക. ദാറ്റ് ഈസ് 2, 1, 3. അപ്പോൾ ഈ എഴുതിയിട്ടുള്ള ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യുന്ന ഫോമിലായിരിക്കും. കാരണം എന്താണ്? ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണ്. ഈ റീലേബിൾ ചെയ്തതിന് ശേഷം രണ്ട് മെട്രിക്സും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടുത്തെ എൻട്രീസ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ഇവിടെ 0, 1, 1 ആണെങ്കിൽ ഇവിടെയും 0, 1, 1. ഇവിടെ 1, 0, 1 ആണെങ്കിൽ ഇവിടെയും 1, 0, 1. അപ്പോൾ ഇൻസിഡൻസ് റിലേഷൻഷിപ്പും പ്രിസർവ് ചെയ്യുന്ന ഫോമിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് നമുക്ക് മെട്രിക്സ് നിന്ന് A(G1) എന്നും A(G2) എന്നും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് G1ഉം G2ഉം എന്താണ്? ഐസോമോർഫിക് ആയിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് തിയറം. ഇനി സെക്കൻഡ് തിയറം വരുന്നത് സെക്കൻഡ് തിയറത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ എടുക്കുന്നത് G എന്ന് പറയുന്ന ഒരു ഗ്രാഫ്. G എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് A(G) ആണ്. G എന്ന് പറയുന്ന ഗ്രാഫിന് n വേർട്ടീസസും ഈ എഡ്ജസും ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ A(G) എന്ന് പറയുന്ന ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ റാങ്ക് ഓഫ് A(G) എന്ന് പറയുന്നത് n-1 ആയിരിക്കും. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. n വേർട്ടീസസും ഈ എഡ്ജസും ഉള്ള ഒരു ഗ്രാഫാണ് ജിയുടെ ഇൻസിഡൻസ് മെട്രിക്സ് ആണ് A(G). അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് A(G) നമുക്ക് മെട്രിക്സിൻ്റെ റാങ്ക് ഡിഫൈൻ ചെയ്യാമല്ലോ. റാങ്ക് ഓഫ് A(G) എന്ന് പറയുന്നത് n-1 ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ലോവർ ക്ലാസ്സസിലൊക്കെ പറഞ്ഞ പോലെയാണെങ്കിൽ റാങ്ക് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓർഡർ ഓഫ് ലാർജസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സ് ഓഫ് A ഹൂസ് ഡിറ്റർമിനൻറ്റ് ഈസ് നോൺ സീറോ. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്ക് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? എയുടെ നമുക്ക് ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണോ അതാണ് നമ്മൾ റാങ്ക് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ലീനിയർ അൽജിബ്രയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളൊരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിനെ റോ റെഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റോ റെഡ്യൂസ് ചെയ്തിട്ട് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും റാങ്ക് കണ്ടുപിടിക്കും. അതായത് ഒരു മെട്രിക്സിൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഉണ്ട് ഉള്ളതും റാങ്ക് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് 0, 1, 0, 0, 0, 0. അപ്പോൾ ഇവിടെ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഉണ്ട്? 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമ്മൾ എന്തു പറയും? ഇവിടെ മെട്രിക്സിൻ്റെ റാങ്ക് 2 ആണ്. എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഉണ്ട്? ആക്ച്വലി നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? സപ്പോസ് V1, V2, എറ്റ്സെട്ര Vn n വെക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ V1, V2, എറ്റ്സെട്ര Vn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത് എപ്പോഴാണ്? C1, V1 പ്ലസ് C2, V2 പ്ലസ് ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എടുത്തു. Cn, Vn ഈക്വൽ ടു 0 implies all Ci is equal to 0. That is Ci is equal to 0 for all I. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? V1, V2, എറ്റ്സെട്ര Vn എന്ന് പറയുന്ന സെറ്റ് ഓഫ് n വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തു. ലീനിയർ കോമ്പിനേഷൻ 0 ആണെങ്കിൽ, എല്ലാ കോൺസ്റ്റൻസും 0 ആണെങ്കിലാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. ഇനി അറ്റ്ലീസ്റ്റ് ഒരു Ci എങ്കിലും നോൺ സീറോ ആണെങ്കിൽ, ഫോർ അറ്റ്ലീസ്റ്റ് 1 I Ci നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ V1, V2, എറ്റ്സെട്ര Vn വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ഇനി ഇവിടെ നോക്കാം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇവിടെ നോക്കാം. നമ്മൾ പറഞ്ഞു നമുക്ക് n വെർട്ടീസസും ഈ എഡ്ജസും ഉള്ള ഒരു ഗ്രാഫാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു n/e മെട്രിക്സ് ആയിരിക്കും നമുക്ക് ഇൻസിഡൻസ് മെട്രിക്സ് ആയിട്ട് കിട്ടാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലെ ഓരോ കോളംസിനെയും ഓരോ റോസിനെയും നമ്മൾ ഓരോ റോ വെക്ടേഴ്സ് ആയിട്ട് എടുക്കുക.
അതായത് ഇപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇവിടെ നമ്മളൊരു ഇൻസിഡൻസ് മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ ഫസ്റ്റ് കോളത്തിന് നമ്മൾ A1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് കോളത്തിന് മൊത്തം A1 എന്ന് എഴുതി, സെക്കൻഡ് കോളത്തിന് A2 എന്ന് എഴുതി. അങ്ങനെ എത്ര കോളംസ് ഉണ്ട്? നമ്മുടെ n/e മെട്രിക്സ് ആണ്. അപ്പോൾ n റോസും n കോളംസും ആണ്, ഈ കോളംസും ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ലാസ്റ്റ് റോ നമ്മൾ A എന്ന് കൊടുത്തു. അതായത് A ഓഫ് G എന്ന് പറയുന്ന ഇൻസിഡൻസ് മെട്രിക്സിലെ ഓരോ റോസിനെയും നമ്മൾ ഓരോ റോ വെക്റ്റേഴ്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തു. A1 ഫസ്റ്റ് റോ A1, സെക്കൻഡ് റോ A2, തേർഡ് റോ A3, അങ്ങനെ അപ് ടു ലാസ്റ്റ് nth റോ AN. അപ്പോൾ നമുക്ക് A ഓഫ് Gനെ എങ്ങനെ എഴുതാം? A ഓഫ് G ഈസ് ഈക്വൽ ടു A1 മെട്രിക്സ് A1, A2 എക്സെട്ര AN. ഇവിടെ ഓരോ AIസും എന്താണ്? ഓരോ റോ വെക്റ്റേഴ്സ് ആണ്. ഇനി ഒരു കാര്യം നോക്കാം. ഇവിടെ നമ്മൾ ഈ A1 പ്ലസ് A2 പ്ലസ് AN ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? A1 പ്ലസ് A2 പ്ലസ് AN ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ഈ ഒരു മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത് Z2 ഫീൽഡിലാണ്, ഗാലോയ്സ് ഫീൽഡ് ഓഫ് മോഡുലോ 2ലാണ് ഡിഫൈൻ ചെയ്യുന്നത്, Z2ലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു സെൽഫ് ലൂപ്പ് ഒന്നും ഇല്ലാത്ത ഗ്രാഫാണ്. ഓരോ കോളത്തിലും എക്സാക്ട്ലി 2 എൻട്രീസ് 1 ആയിട്ട് വരും, ബാക്കി എല്ലാ എൻട്രീസും 0 ആയിട്ട് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോളംസ് നമ്മൾ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 പ്ലസ് A6 ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നോക്കുക. ഇതിൽ ഫസ്റ്റ് എല്ലാ റോ വെക്റ്റേഴ്സിൻ്റെയും ഫസ്റ്റ് എൻട്രീസ് നോക്കുക. ഇത് ആഡപ്പ് ചെയ്യുമ്പോൾ എന്ത് വരും? അതായത് നമ്മൾ ഈ A1 A2 പ്ലസ് ഇവിടെ നമ്മൾ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര AN എന്ന് ചെയ്യുമ്പോൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് റോ ഏതാണ്? 0 0 0 1 0 1 0 0 പ്ലസ് സെക്കൻഡ് റോ 0 0 0 0 1 1 1 1 പ്ലസ് അപ് ടു ലാസ്റ്റ് വരെ. ലാസ്റ്റ് റോ എന്താണ്? 1 1 0 0 0 0 0. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആഡപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്താണ്? ഫസ്റ്റ് 0 പ്ലസ് ഫസ്റ്റ് എൻട്രി എന്ത് വരും? 0 പ്ലസ് 0 പ്ലസ് അങ്ങനെ ഈ ഒരു ടോട്ടൽ സമ്മാണ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻട്രി ആയിട്ട് വരിക. ഈ n ടപ്പിളിലെ ഫസ്റ്റ് എൻട്രി അതായത് 0 പ്ലസ് 0 പ്ലസ് അതായത് 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 1 പ്ലസ് 0 പ്ലസ് 1 2 ആണ് വരിക. ഇനി അഡീഷൻ മോഡുലോ 2 അതായത് Z2ൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. ഇനി അതുപോലെ സെക്കൻഡ് എൻട്രി വരുന്നത് ഈ റോ ആഡ് ചെയ്യുക. അവിടെയും എക്സാക്ട്ലി 2 1 ഉണ്ട്. അപ്പോൾ എഗെയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. Z2ൽ 2 0 ആണ്. അങ്ങനെ എല്ലാ കോളത്തിലും എക്സാക്ട്ലി 2 1 എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ സം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതായത് A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര AN ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു 0 വെക്ടറാണ്. A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര AN ഈസ് ഈക്വൽ ടു 0 വെക്ടർ. ഇവിടെ നമ്മൾ ആക്ച്വലി ലീനിയർ ഇൻഡിപെൻഡൻസ് പറയുന്നത് പോലെ C1 V1 പ്ലസ് എക്സെട്ര പ്ലസ് CN VN ഈക്വൽ ടു 0 ഫോർമാറ്റിലാണ്. ഇവിടുത്തെ കോൺസ്റ്റൻസ് എന്താണ്? 1 ഇൻറ്റു A1 പ്ലസ് 1 ഇൻറ്റു A2 പ്ലസ് എക്സെട്ര പ്ലസ് 1 ഇൻറ്റു AN ഈക്വൽ ടു 0. ഇവിടുത്തെ കോൺസ്റ്റൻസ് ഒക്കെ എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. എല്ലാ കോൺസ്റ്റൻസും 0 ആണെങ്കിലാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ കോൺസ്റ്റൻസും നോൺ 0 ആണ്. ദാറ്റ് മീൻസ് ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് A1 A2 എക്സെട്ര AN എന്ന് പറയുന്ന n റോ വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. n വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റാങ്ക് ലെസ് ദാൻ n എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ? സപ്പോസ് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ പറയും n റോ വെക്ടേഴ്സ് തന്നു, n റോ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് മെട്രിക്സിൻ്റെ റാങ്ക് എന്തായിരിക്കും? n ആയിരിക്കും. പക്ഷെ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് വരുന്നത്. വിച്ച് മീൻസ് A1 A2 എക്സെട്ര AN ആർ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വി ക്യാൻ സേ ദാറ്റ് റാങ്ക് ഓഫ്
റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടുത്തെ A1 A2 എക്സെട്ര എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. റാങ്ക് ഓഫ് എ ലെസ് ദാൻ n എന്ന് പറയാം. ലെസ് ദാൻ എന്ന് പറയാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1. എന്നിന് തൊട്ട് താഴെ വരുന്നത് ഏതാണ്? n-1. അപ്പോൾ n-1 വരാം, അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരാം. അപ്പോൾ ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ റാങ്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തുകൂടി കിട്ടിയാൽ മതി? റാങ്ക് ഓഫ് എ ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-1 എന്നും കൂടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? റാങ്ക് ഓഫ് എ ഈസ് എക്സാക്ട്ലി n-1 എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഇനീക്വാലിറ്റി ഫോം ചെയ്യാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. നോക്കാം. അതിനായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗ്രാഫ് കണക്റ്റഡ് ഗ്രാഫാണ്. നമ്മൾ എടുക്കുന്ന ഗ്രാഫ് ജി എന്ന് പറയുന്ന ഗ്രാഫ് കണക്റ്റഡ് ഗ്രാഫാണ്. കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് അതിന് കമ്പോണൻസ് ഒന്നും ഉണ്ടാവില്ല. ഇൻസിഡൻസ് മെട്രിക്സ് ഒരിക്കലും ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ വരില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇൻസിഡൻസ് മെട്രിക്സിനെ നമുക്ക് ഇതുപോലെ ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ എഴുതാമെന്ന് പറഞ്ഞു. ഇനി ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ വരുമ്പോൾ മെട്രിക്സ് നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എങ്ങനെ വരും? ഇതുപോലൊരു മെട്രിക്സ് എ ഓഫ് G1, അവിടെ 0 എൻട്രീസും നോൺ 0 എൻട്രീസും ഒക്കെ വരാം. അതുപോലെ ഇവിടെ മൊത്തം 0 മെട്രിക്സ്, ഇവിടെ 0 മെട്രിക്സ്, ഇവിടെ എ ഓഫ് G2 നോൺ 0 മെട്രിക്സ് വരും. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നമ്മളിവിടെ എടുക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ സബ് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്താണ്? ഈ പെർട്ടിക്കുലർ മെട്രിക്സ് എ ഓഫ് G1 റെപ്രസെൻ്റ് ചെയ്യുന്നത് G1 എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഓരോ കമ്പോണൻറ്റും ആക്ച്വലി എന്താണ്? ഇൻഡിവിജ്വലി ഒരു ഗ്രാഫാണ്. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് ആണ് എ ഓഫ് G1. അപ്പോൾ എ ഓഫ് G1ഉം എല്ലാ പ്രോപ്പർട്ടീസും, ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇവിടെ നോക്കുക, എക്സാക്ട്ലി 2 എൻട്രീസ് 1 വരും ഓരോ കോളത്തിലും, അല്ലേ? അതുപോലെ ബാക്കി ഇങ്ങോട്ടുള്ള എൻട്രീസൊക്കെ 0യും ആണ്. അപ്പം നോക്കാം, നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫ് നമ്മളിവിടെ പ്രൂഫിൽ നമ്മുടെ തിയറത്തിൽ ജി കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ ഒരിക്കലും നമ്മുടെ ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് നമ്മൾ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 എന്നെടുത്തു. n-1 താഴെയുള്ള നമ്പേഴ്സ്, അതായത് 1, 2, 3 അപ് ടു n-1 വരെയുള്ള ഏത് നമ്പറും എമ്മിന് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നോക്കേണ്ടത്, ഇതിൽ ഗ്രാഫ് കണക്റ്റഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു m/m മെട്രിക്സിന്, സ്ക്വയർ മെട്രിക്സിന് റാങ്ക്, അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഗ്രാഫ് നമ്മൾ എടുത്തിട്ടുള്ള ഗ്രാഫ് എന്താണ്? കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ ഒരിക്കലും നമ്മുടെ ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ m എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 എന്നെടുത്തു. ഇനി ഒരിക്കലും എന്താണ്? ഈ ഒരു ജിയുടെ ഇൻസിഡൻസ് മെട്രിക്സിലെ ഏതെങ്കിലും m റോസിൻ്റെ സമ്മ് ഒരിക്കലും 0 വരില്ല. കാരണം എന്താണ്? m റോസിൻ്റെ സമ്മ് 0 വരണമെങ്കിൽ അത് ഒരു ബ്ലോക്ക് ഡയഗണൽ ഫോമിലായിരിക്കണം. അതായത് സപ്പോസ് m ഈക്വൽ ടു 5, ഏതെങ്കിലും m 5 റോസിൻ്റെ കോളം 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ മെട്രിക്സിനകത്ത് 7 എൻട്രീസ് 7 റോസ് ഉണ്ട്. നമുക്ക് ഒരു 5 റോസിൻ്റെ സമ്മ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടുത്തെ എല്ലാ 1 എൻട്രീസും ഇതിനകത്ത് തന്നെ വരും. 1 1 0 0 0 1 1 0 0 0 ഈ ഒരു ഫോർമുല വരും. അതായത് 1 എന്നുള്ള എൻട്രി ഒരിക്കലും 6th റോയിലോ 7th റോയിലോ വരില്ല. 6th റോയിലോ 7th റോയിലോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ റോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടില്ല, 0 കിട്ടില്ല. കാരണം എന്താണ്? ഇവിടെ നമുക്ക് ഈ 5 റോസ് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണമെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 2 1 എന്നുള്ള എൻട്രീസും ഈ 5 റോസിൽ എവിടെയെങ്കിലും തന്നെ വരണം. സപ്പോസ് അതിന് പകരം 0 0 0 0 ഇവിടെ 1 ആണ് വന്നതെങ്കിൽ, ഇങ്ങനെയാണ് വന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെയൊക്കെ 0 ആണ്, സപ്പോസ് ഇവിടെ 1 ആണ് വന്നതെങ്കിൽ നമ്മൾ ഈ റോ ആഡ് ചെയ്യുമ്പോൾ, ഓക്കെ, ഈ 5 റോസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 0 കിട്ടും. ഈ സെക്കൻഡ് എൻട്രി 0 വരും, തേർഡ് എൻട്രി 0 വരും, ഫോർത്ത് എൻട്രി എന്ത് വരും? 1 വരും, അല്ലേ? അപ്പോൾ എപ്പോഴും
ഇവിടെയുള്ള എൻട്രീസ് ഒക്കെ 0. ഏതെങ്കിലും എം റോസിൻ്റെ സമ്മ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എം റോസ് ഒഴികെ, അതായത് ഇത് എം റോസ് ആണെങ്കിൽ ബാക്കി എത്ര റോസ് ഉണ്ടായിരിക്കും? ടോട്ടൽ നമ്മുടെ കയ്യിൽ n റോസ് ആണ്. അതിൽ എം റോസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി n-m റോസ് ഉണ്ടായിരിക്കും. ഈ n-m റോസ് കംപ്ലീറ്റ്ലി എന്തായിരിക്കണം? 0 മെട്രിക്സ് ആയിരിക്കണം. ഇപ്പോൾ സപ്പോസ് ഇത് m/m മെട്രിക്സ്, എം റോസ് ഇത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ ഇവിടെ മസ്റ്റായിട്ടും 0 ആയിരിക്കണം. അതായത് ഗ്രാഫ് ഒരു ബ്ലോക്ക് ഡയഗണൽ ഫോമിലാണെങ്കിൽ മാത്രമാണ് m<n=n-1 വരുന്ന ഏത് m റോ വെക്ടേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും സമ്മ് 0 വരാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ്. ഗ്രാഫിനെ നമുക്ക് ബ്ലോക്ക് ഡയഗണൽ ഫോമിലോട്ട് എഴുതാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏതെങ്കിലും എം റോസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ സമ്മ് എന്തായിട്ട് വരില്ല? 0 ആയിട്ട് വരില്ല. ഇനി നമ്മൾ പറഞ്ഞു a1, a2 എക്സെട്ര an-1. n-1 വെക്ടേഴ്സ്, ഫസ്റ്റത്തെ n-1 വെക്ടേഴ്സ് നമ്മൾ എടുത്തു. ഇതിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് ഇപ്പം നമ്മൾ c1 v1 പ്ലസ് c2 v2 പ്ലസ് എക്സെട്ര cn vn, ഇതിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ci വാല്യൂസിന് ഏത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 അങ്ങനെ കൊടുക്കാം. 4, 5, 6 അങ്ങനെ നമുക്ക് പോസിബിൾ ആയിട്ട് CIയുടെ പോസിബിൾ വാല്യൂസ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലീനിയർ കോമ്പിനേഷൻസ് കിട്ടും അല്ലേ? 2v1 പ്ലസ് 3v2 പ്ലസ് vn, അല്ലെങ്കിൽ v1 പ്ലസ് v2 പ്ലസ് എക്സെട്ര പ്ലസ് 2vn, ഇതൊക്കെ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ആണ്. പക്ഷെ നമ്മുടെ ഈ ഒരു കേസിൽ ANസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ഇവിടെ നമ്മൾ a1, a2 അപ് ടു an-1 വരെയാണ് എടുക്കുന്നത്. ഇവിടെയുള്ള പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് നോക്കാം. ഇവിടുത്തെ പോസിബിൾ കോൺസ്റ്റൻസ് 2 വാല്യൂസ് ആണ്. ഒന്നില്ലെങ്കിൽ 0 വരാം, 1 വരാം. കാരണം നമ്മൾ Z2ലാണ് ഈ മെട്രിക്സ് എല്ലാം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻസും എവിടെ നിന്ന് എടുക്കണം? Z2 ഫീൽഡ് നിന്നാണ് എടുക്കുക. അതായത് പോസിബിൾ CI വാല്യൂസ് ഇവിടെ 0യോ 1ഓ ആണ്. അപ്പോൾ 0 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ടേം മൊത്തം പോവും. സപ്പോസ് a1ൻ്റെ നമുക്ക് കോഎഫിഷ്യൻസ് c1, a1 പ്ലസ്, ഇതാണ് ലീനിയർ കോമ്പിനേഷൻസ്. ഇവിടെ c1ന് 1ഉം ബാക്കിയെല്ലാം 0യും എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലീനിയർ കോമ്പിനേഷൻ a1 കിട്ടും. ഇനി c2ന് അതേപോലെ നമുക്ക് c2ന് 0, c2ന് 1, ബാക്കിയെല്ലാം എന്തുവരും? 0. അങ്ങനെയാണെങ്കിൽ a2 എലോൺ ആയിട്ട് കിട്ടും. അങ്ങനെ അപ് ടു ഏത് വരെ കിട്ടാം? an-1 വരെ കിട്ടാം. ഇനി അതുപോലെ c1 c2ന് 1 എടുത്തു, ബാക്കിയൊക്കെ 0. അപ്പോൾ a1 പ്ലസ് a2, അതുപോലെ a2 പ്ലസ് a3, ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ആണ് നമുക്ക് കിട്ടുക. അതായത് ഏതെങ്കിലുമൊക്കെ AIസിൻ്റെ സമ്മ്, ചിലപ്പോൾ ഒരു എലമെൻറ്റ് ഒരു AI മാത്രമായിരിക്കും, അല്ലെങ്കിൽ 2 AIസിൻ്റെ സമ്മ്, അല്ലെങ്കിൽ 3 AIസിൻ്റെ സമ്മ്, അങ്ങനെയുള്ള സമ്മുകളാണ് നമുക്ക് ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് കിട്ടുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു m<n-1 ആയിട്ടുള്ള ഏത് ലീനിയർ കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സമ്മ് ഒരിക്കലും 0 വരില്ല എന്ന് പറഞ്ഞു അല്ലേ? 0 വരില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ മീനിങ് എന്താണ്? ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര an, ഇത് ഒരിക്കലും നോൺ സീറോ കോൺസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും 0 കിട്ടില്ല. ഇനി എല്ലാ CIസും ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 1 1 അല്ലെങ്കിൽ 2 1 കോൺസ്റ്റൻസ് അല്ലെങ്കിൽ 3 കോൺസ്റ്റൻസ് 1 എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ സമ്മ് കിട്ടുന്നത്. ഇനി എല്ലാ കോൺസ്റ്റൻസും 0 എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സമ്മ് 0 ആയിട്ട് വരിക. അതായത് ഈ n-1 റോസ് എപ്പോഴും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. വിച്ച് മീൻസ് റാങ്ക് ഓഫ് A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-1. നമ്മൾ പ്രീവിയസ്ലി റാങ്ക് ഓഫ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 എന്ന് പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? റാങ്ക് ഓഫ് A ഈസ് ഈക്വൽ ടു n-1 എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ പ്രൂഫ് വായിച്ചു നോക്കാം. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ കണക്റ്റഡ് ഗ്രാഫിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി സപ്പോസ് നമ്മൾ എടുത്തിട്ടുള്ള G എന്ന് പറയുന്ന ഗ്രാഫ് ഈ എഡ്ജസും
n വേർട്ടീസസ് ഉള്ള ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് n-k ആയിരിക്കും. വേർ k ഡിനോട്ട്സ് നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻ G. ജിയിൽ എത്ര കമ്പോണൻസ് ഉണ്ടോ അതാണ് k ഡിനോട്ട് ചെയ്യുന്നത്. ഈ റാങ്ക് നമ്മൾ ഓൾറെഡി ട്രീസ് ഒക്കെ പറയുന്ന ടൈമിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റാങ്ക് നള്ളിറ്റി ഒക്കെ. അവിടെ നമ്മൾ റാങ്ക് n-k μe-n+k എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുക. ഇതിൻ്റെ പ്രൂഫ് ഇല്ല, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ കണക്റ്റഡ് വേർഷൻ്റെ എന്താണ് അത് കണക്റ്റഡ് വേർഷന് ഒന്നുകൂടി ഡിസ്കണക്റ്റഡ് വേർഷനിലേക്ക് മാറ്റി കിട്ടുമ്പോഴുള്ള റിസൾട്ടാണ് n-k. അതായത് കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് n-1 ആണ്. ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ റാങ്ക് n-k വരും. ആക്ച്വലി ഇതും n-k തന്നെയാണ്. കണക്റ്റഡ് ഗ്രാഫിൽ ഒറ്റ കമ്പോണൻറ്റേ ഉള്ളൂ, അപ്പോൾ കെയുടെ പ്ലേസിൽ എന്ത് വരും? 1 വരും. അങ്ങനെയാണ് n-1 കിട്ടുന്നത്. ഇനി ഒരു ചെറിയ ടേമാണ് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മളൊരു ഇൻസിഡൻസ് മെട്രിക്സ്, ഒരു ഗ്രാഫിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് എഴുതി. ഇതിൽ നമുക്ക് ഏതെങ്കിലും റോ തന്നിട്ടില്ലെങ്കിൽ, ഒരു സിംഗിൾ റോയുടെ മിസ്സിങ് ഉണ്ടെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കാം, സപ്പോസ് നമുക്ക് ഏതെങ്കിലും റോ സേ V4 എന്ന് പറയുന്ന റോ നമുക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ അത് മിസ്സിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിമൈനിങ് റോസ് നോക്കിയിട്ട് V4 എന്ന് പറയുന്ന റോ കൺസ്ട്രക്ട് ചെയ്തുകൂടെ? കാരണം എന്താണ്, എക്സാക്ട്ലി 2 എൻട്രീസ് 1 ഉണ്ടെന്ന് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കുക, ഇവിടെ ഓൾറെഡി ഫസ്റ്റ് റോയിൽ ഒരു 1 വന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ 0 ആണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ V4ൻ്റെ ഇവിടെ 1 വരണം, എങ്കിലേ ഒരു കോളത്തിൽ എക്സാക്ട്ലി 2 എൻട്രീസ് 1 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് സെക്കൻഡ് കോളത്തിലും. നമുക്കിപ്പോൾ തന്നിട്ടുള്ള റോസിലായിട്ട് ആകെ ഒരു എൻട്രിയാണ്, കോളംസിൽ ഒരു എൻട്രിയാണ് 1 വരുന്നത്. അപ്പോൾ റിമൈനിങ് 1 ഇവിടെ വരണം. തേർഡ് കോളത്തിലും അങ്ങനെ തന്നെ. ഇനി ഫോർത്ത് കോളം നോക്കുക, അവിടെ ഓൾറെഡി 2 എൻട്രീസ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 1 എന്തായാലും വരില്ല. 1 വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ എൻട്രി എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതുപോലെ തന്നെ ഫിഫ്ത്തിൽ അവിടെ നമുക്ക് ഒരു എൻട്രി 1 വന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ 0 ആണ്. അപ്പോൾ ഇവിടെ മസ്റ്റായിട്ടും 1 വരണം. സിമിലർലി ഇവിടെ 0 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും. അതായത് ഏതെങ്കിലും ഒരു റോ മിസ്സിങ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസിഡൻസ് മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാനും പറ്റും. അതായത് ആക്ച്വലി ഈ ഒരു ഇൻസിഡൻസ് മെട്രിക്സിൽ നമുക്ക് n റോസ് ഉണ്ട്. ഈ n റോസിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് റോസ് n-1 ആണ്. കാരണം ഏതെങ്കിലും n-1 റോസ് ഉണ്ടെങ്കിൽ നമുക്ക് nth റോയും കണ്ടുപിടിക്കാൻ പറ്റും. ഏതെങ്കിലും ഗ്രാഫിൽ ഒരു റോ മിസ്സിങ് ആണ്, ബാക്കി n-1 റോസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ nth റോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഗ്രാഫിൽ ഇനി 2 റോ മിസ്സിങ് ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇല്ലല്ലോ. ഇപ്പോൾ 2 റോ മിസ്സിങ് ആണെങ്കിൽ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു എൻട്രി മാത്രമേ 1 വന്നിട്ടുള്ളൂ, ബാക്കി 1 എൻട്രി ഇവിടെ വരാം അല്ലെങ്കിൽ ഇവിടെ വരാം. അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതായത് ഇൻസിഡൻസ് മെട്രിക്സിൽ n-1 റോസ് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. nth റോ ബാക്കി ഈ n-1 റോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണ് ആക്ച്വലി n-1 എന്നുള്ളത് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ റാങ്ക് ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു റാങ്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോ വെക്ടേഴ്സിൻ്റെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോ വെക്ടേഴ്സ്, അങ്ങനെയും നമ്മൾ റാങ്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോ വെക്ടേഴ്സ് എത്ര എണ്ണമാണ്? n-1. അപ്പോൾ റാങ്ക് n-1 വരും. ഇനി നമ്മൾ ആക്ച്വലി നമുക്ക് ഫുൾ ഇൻസിഡൻസ് മെട്രിക്സ് തരുന്നതിന് പകരം ഏതെങ്കിലും ഒരു റോ ഒഴിവാക്കിയിട്ടുള്ള മെട്രിക്സ് തന്നാലും നമുക്ക് കംപ്ലീറ്റ് ഐഡിയ, ഗ്രാഫിൻ്റെ കംപ്ലീറ്റ് ഐഡിയ കിട്ടും. അപ്പോൾ ഒരു റോ, ഏതെങ്കിലും ഒരു റോ ഒഴിവാക്കിയിട്ട് കിട്ടുന്ന ഇൻസിഡൻസ് മെട്രിക്സിനെയാണ് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് AF എന്നാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി നമ്മുടെ ഇൻസിഡൻസ് മെട്രിക്സ് ഒരു n/e മെട്രിക്സ് ആണ്. റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ത് വരും? ഒരു റോ നമ്മൾ ഒഴിവാക്കി, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പോൾ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ ഓർഡർ n-1/e ആയിരിക്കും. അതുപോലെ തന്നെ ഈ n-1/e മെട്രിക്സിൽ n-1 റോസ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെയും റാങ്ക് എന്ത് വരും? n-1 വരും. ഇനി ഇങ്ങനെ നമ്മൾ ഒഴിവാക്കുന്ന AF മെട്രിക്സ് എഴുതുമ്പോൾ
ഒഴിവാക്കുന്ന വെർട്ടക്സ് ഏതാണോ ആ വെർട്ടക്സിനെയാണ് റഫറൻസ് വെർട്ടക്സ് എന്ന് പറയുന്നത്. നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്ത് കളയുന്ന റോ ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് വെർട്ടക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ആ വെർട്ടക്സിനെയാണ് റഫറൻസ് വെർട്ടക്സ് എന്ന് പറയുന്നത്. ഇനി ഈ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് റിഗാർഡ് ചെയ്തിട്ട് വരുന്ന ഒരു ചെറിയ തിയറമാണ് പറയുന്നത്. The reduced incidence matrix of a graph G is non-singular if and only if the graph is a tree. അതായത് ഒരു ഗ്രാഫ് G എന്ന് പറയുന്ന ഒരു ഗ്രാഫിൻ്റെ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഗ്രാഫ് ട്രീ ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് രണ്ട് സൈഡും പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് G ട്രീ ആണെങ്കിൽ A ഓഫ് G നോൺ സിംഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. തിരിച്ച് ഒരു ജനറൽ ഗ്രാഫ് എടുത്തു, ജനറൽ ഗ്രാഫിൻ്റെ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ ഗ്രാഫ് ട്രീ ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് G ട്രീ ആണെന്ന് എടുത്തു. G എന്ന് പറയുന്ന ഗ്രാഫ് ട്രീ ആണെന്ന് എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോൺ സിംഗുലർ മെട്രിക്സ് അറിയാലോ, ഡിറ്റർമിനൻറ്റ് നോൺ സീറോ വരുന്ന മെട്രിക്സ്. അപ്പം നമ്മൾ പറഞ്ഞു G ട്രീ ആണെങ്കിൽ n വേർട്ടീസസ് ഉള്ള ഒരു ട്രീയിൽ എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? നമ്മൾ ട്രീ പഠിപ്പിച്ചപ്പോൾ ഓൾറെഡി പറഞ്ഞു n വേർട്ടീസസ് ഉള്ള ട്രീയിലെ നമ്പർ ഓഫ് എഡ്ജസ് എപ്പോഴും n-1 ആയിരിക്കും. അപ്പം നമ്മുടെ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ ഓർഡർ ആക്ച്വലി എന്താണ്? n-1/e. ഇവിടെ ഇയും എന്ത് തന്നെയാണ്? n-1. അപ്പോൾ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ത് വന്നു? n-1/n-1, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് n-1 ആണ്. റാങ്ക് n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? n-1 വരുന്ന സ്ക്വയർ സബ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിരിക്കും. ഇവിടെ ആ മെട്രിക്സ് സ്ക്വയർ സബ് മെട്രിക്സ് ഏത് തന്നെയാണ്? നമ്മുടെ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് തന്നെയാണ് n-1 ഓർഡർ വരുന്ന സ്ക്വയർ മെട്രിക്സ് ആയിട്ട് വരുന്നത്. വിച്ച് മീൻസ് AFൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണ്. ഡിറ്റർമിനൻറ്റ് നോൺ സീറോ മീൻസ് AF ഈസ് നോൺ സിംഗുലർ. അപ്പോൾ ഒരു പോർഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. G ട്രീ ആണെങ്കിൽ കറസ്പോണ്ടിങ് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് നോൺ സിംഗുലർ ആയിരിക്കും. ഇനി കോൺവേഴ്സ് പാർട്ടാണ്, അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് we have to prove that AF of G നോൺ സിംഗുലർ ആണെങ്കിൽ, ഇൻസിഡൻസ് മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ G ട്രീ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് തിരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് G നോട്ട് എ ട്രീ, G ട്രീ അല്ലെങ്കിൽ AFG നോൺ സിംഗുലറും അല്ല, അല്ലെങ്കിൽ സിംഗുലർ ആണ്, ഇത് പ്രൂവ് ചെയ്താലും പോരെ അല്ലേ? AFG നോൺ സിംഗുലർ ഇംപ്ലൈസ് G ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും G നോട്ട് എ ട്രീ ഇംപ്ലൈസ് AF ഓഫ് G ഈസ് നോട്ട് നോൺ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ n വേർട്ടീസസും ഈ എഡ്ജസും ഉള്ള n-1 എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് ട്രീ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രാഫ് ട്രീ അല്ലെങ്കിൽ ആ ഗ്രാഫ് എന്തായാലും ഡിസ്കണക്റ്റഡ് ആയിരിക്കും. കാരണം എന്താണ്? n വേർട്ടീസസും n-1 എഡ്ജസ് ഉള്ള മിനിമലി കണക്റ്റഡ് ഗ്രാഫാണ് ട്രീ. ഇതൊക്കെ നമ്മൾ ട്രീയുടെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. n വേർട്ടീസസും n-1 എഡ്ജസ് ഉള്ള ഏറ്റവും മിനിമം കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ട്രീ ആണ്. അപ്പോൾ n വേർട്ടീസസും n-1 എഡ്ജസും ഉണ്ട്, ആ ഗ്രാഫ് ട്രീ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫ് എന്തായിരിക്കില്ല? കണക്റ്റഡ് ആയിരിക്കില്ല, ഡിസ്കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ നമുക്കറിയാം ഈ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സിനെ അല്ലെങ്കിൽ ഇൻസിഡൻസ് മെട്രിക്സിനെ നമുക്ക് ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രൂഫിൽ റാങ്ക് n-1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്ത പ്രൂഫിൽ പറഞ്ഞതുപോലെ ഇവിടെ ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും m റോ വെക്ടേഴ്സിൻ്റെ സമ്മ് 0 ആയിട്ട് വരും.
അതായത് m<n-1 വരുന്ന ഏതെങ്കിലും m റോ വെക്റ്റേഴ്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ റോ വെക്റ്റേഴ്സിൻ്റെ സമ്മ് 0 ആയിട്ട് വരും. കാരണം എന്താണ്? ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ നമ്മളിപ്പോൾ നേരത്തെ പ്രൂഫിൽ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഇത്ര പോർഷനിൽ വരുന്ന റോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് വരും? റോ സമ്മ് 0 ആയിട്ട് വരും. കാരണം ഇത്രയും പോർഷൻ തന്നെ എന്താണ്? ഒരു ഇൻസിഡൻസ് മെട്രിക്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് റാങ്ക് എന്ന് പറയുന്നത്, അതായത് m വെക്റ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ ഗ്രാഫ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ? ഇനിയിപ്പോൾ m=n-1 റോസ് തന്നെ എടുത്തോ, നമുക്ക് കിട്ടുന്നത് 0 ആണ്. 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ കോൺസ്റ്റൻസ് ഒന്നും 0 അല്ല. മീനിങ് a1 a2 etc. n-1 എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ റാങ്ക് മസ്റ്റ് ആയിട്ടും എന്തായിരിക്കണം? n-1നേക്കാൾ താഴെയായിരിക്കണം. റാങ്ക് മസ്റ്റ് ബി ലെസ് ദാൻ n-1. ഇവിടെ നമ്മുടെ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ പറഞ്ഞു n/e ആണ്. നമ്മളിവിടെ n-1/e ആണ്. നമ്പർ ഓഫ് എഡ്ജസും n-1 ആണ്. ഒരു സ്ക്വയർ മെട്രിക്സ് n-1/n-1 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ റാങ്ക് ലെസ് ദാൻ n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ ഗ്രാഫ് സിംഗുലർ ആണ്. അതായത് n-1 മെട്രിക്സിൻ്റെ ഈ ഒരു മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ റാങ്ക് എന്ത് തന്നെ കിട്ടണം? n-1 കിട്ടണം. റാങ്ക് ലെസ് ദാൻ n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഡിറ്റർമിനൻറ്റ് 0 ആണ് കിട്ടുക. വിച്ച് മീൻസ് നമ്മൾ എടുത്തിട്ടുള്ള റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് എന്തല്ല? നോൺ സിംഗുലർ അല്ല. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തു ട്രീ അല്ലെങ്കിൽ നമ്മുടെ ഈ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് എന്തല്ല? നോൺ സിംഗുലർ അല്ല. അപ്പം തിരിച്ചെന്ത് പറയാം? ഇനി റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ ഗ്രാഫ് ട്രീ ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് തിയറംസ് വരുന്നത്. ഇത് ചോദിക്കോ നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് എന്തായാലും ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ കേസിൽ ചോദിക്കുന്നത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതാണ് മസ്റ്റായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന തിയറംസ് ചോദിക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റില്ല. വായിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ സെക്കൻഡ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ അഡ്ജസൻസി മെട്രിക്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സ് ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും പ്രോപ്പർട്ടീസും ആണ് പറഞ്ഞത്. ഇതേപോലെ ഒരു അനദർ വേ ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ് അഡ്ജസൻസി മെട്രിക്സ്. അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.